ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 12 വരാഹ അവതാരം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു, ബ്രഹ്മാവ് തൻ്റെ ശരീരത്തെ വിഭജിച്ചുകൊണ്ട് സ്വയംഭുവ മനു ശതരൂപാദേവി എന്ന ആ സ്ത്രീ പുംസഭാവത്തെ അവലംബിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ സൃഷ്ടി കാര്യങ്ങളെല്ലാം അവരെ ഏൽപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് തൻ്റെ ആ കർത്തവ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി. അങ്ങനെ തുടർന്ന് സൃഷ്ടികാര്യങ്ങളെല്ലാം അങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഭൂമി ദേവി അപ്രത്യക്ഷമായി എന്ന ആ ഇപ്പോഴത്തെ ആ സൃഷ്ടികർത്താവായിട്ടുള്ള സ്വയംഭുവ മനു മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം തൻ്റെ ആ സന്യാസി വര്യന്മാരുമായിട്ട് സത്യലോകത്തെത്തി ബ്രഹ്മാവിനോട് പറയുകയാണ്, ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം? സമയമായിട്ടില്ലല്ലോ, പ്രളയ സമയമായിട്ടില്ല. ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഭൂമി ജലത്തിലാണ്ടുപോയിരിക്കുന്നത്. അതിന് എന്താണ് കാരണം? ഇനിയിപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു അവസരത്തിൽ ഞാൻ സൃഷ്ടിക്കുന്ന ജീവജാലങ്ങൾക്ക് വസിക്കുവാനുള്ള ഒരു ഇടം അതെവിടെയാണ് എന്ന് വന്ന് ചോദിക്കുകയാണ് ഈ ഒരു ആദ്യത്തെ ശ്ലോകത്തിൽ. തുടർന്ന് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും വരാഹ രൂപത്തിലുള്ള അവതാരം പിറവികൊള്ളുകയാണ് ഈ ഒരു ദശകത്തിൽ. തുടർന്നുള്ള അവസ്ഥാന്തരങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. ഒന്നാമത്തെ ശ്ലോകം. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവതംഘ്രിസേവ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. സ്വയംഭുവഃ മനുഃ അഥ ജനസർഗശീലഃ ദൃഷ്ട്വാ മഹീം അസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരം ആവ ശരണം ഭവദംഘ്രിസേവ തുഷ്ടാശയം മുനിജനൈഃ സഹ സത്യലോകേ. അഥ അനന്തരം സ്വയംഭുവഃ മനുഃ, ആ സ്വയംഭുവ മനു, ജനസർഗശീലഃ, ആ സൃഷ്ടികാര്യങ്ങളിൽ വ്യാപൃതനായിട്ടിരിക്കുന്ന ആ സമയത്ത്, അസമയേ സമയമല്ലാത്ത ഒരു സമയത്ത്, അതാണ് മുന്നേ ഞാൻ പറഞ്ഞത്. സമയമല്ലാത്ത സമയം എന്ന് പറയാൻ കാരണം ഭൂമിദേവി അങ്ങനെ ജലത്തിൽ ആണ്ടുപോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് പ്രളയ സമയത്താണ്. ഇപ്പോൾ പ്രളയത്തിന് സമയം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അസമയേ എന്ന് ഇവിടെ പറയുന്നത്. അങ്ങനെ ആ അസമയത്ത് മഹീം, ആ ഭൂമി, സലിലേ നിമഗ്നാം, ജലത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. ദൃഷ്ടുവ, അത് കണ്ടിട്ട്, സഹ മുനി ജനൈഹി, ആ മുനിജനങ്ങളോട് കൂടി സത്യലോകേ, സത്യലോകത്ത്, അതായത് ബ്രഹ്മാവ് വസിക്കുന്നത് അവിടെയാണ്, സത്യലോകത്ത്, അവിടെ ചെന്നു. അപ്പോൾ തുഷ്ടാശയം ഭവതംഘ്രിസേവ, സന്തോഷത്തോടു കൂടി, അതായത് ആ ഭഗവാനിൽ അങ്ങനെ രമിച്ച് ഭഗവാനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവിനെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ ഭഗവാനിൽ അങ്ങനെ അർപ്പിച്ചുകൊണ്ട് സന്തോഷചിത്തനായിട്ട് ഭഗവത് പാതാരവൃന്ദ സേവയിൽ അങ്ങനെ മുഴുകിയിരിക്കുന്ന സൃഷ്ടാരം, ആ ബ്രഹ്മാവിനെ ആപശരണം, അവര് ആ ശരണം പ്രാപിച്ചു എന്ന് പറയുകയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ. സ്വയംഭുവോ മനുരഥോ ജനസർഗശീലോ ദൃഷ്ട്വാ മഹീമസമയേ സലിലേ നിമഗ്നാം സ്രഷ്ടാരമാപശരണം ഭവദംഘ്രിസേവ തുഷ്ടാശയം മുനിജനൈ സഹ സത്യലോകേ. ശ്ലോകം 2. കഷ്ടം പ്രജാ സൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തൽപ്രജാനാം ഇത്യേവമേഷ കഥിതോ മുനിനാ സ്വയംഭോ അംഭോരുഹാക്ഷതവ പാദയുഗം വ്യജന്തീത്. കഷ്ടം പ്രജാ സൃജതി, പ്രജാഃ സൃജതി മയി അവനിഃ നിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തത്പ്രജാന ഇതി ഏവം ഏഷഃ
കഥിതഃ മനുനാ സ്വയംഭൂ അംഭോരുഹാശഃ തവ പാദയുഗം വ്യജന്തീത്. സരോജഭവ, അങ്ങനെ ആ ബ്രഹ്മാവ് ഭവൻ, അതായത് അറിയാം നമുക്ക് അല്ലെ, താമരപ്പൂവിൽ ഉത്ഭവനായിരിക്കുന്നത് കൊണ്ടാണ് സരോജഭവ എന്ന ബ്രഹ്മാവിനെ വിളിക്കുന്നതെന്ന്. അല്ലയോ ബ്രഹ്മദേവ, മയി പ്രജാസൃജതി, ഞാൻ അങ്ങയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം ആ പ്രജാസൃഷ്ടി കർമ്മത്തിൽ അങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഷ്ടം, എന്തൊരു കഷ്ടമാണ്. അവനിഹി നിമഗ്ന, ആ ഭൂമിദേവി, അവനി എന്ന് പറഞ്ഞ ഭൂമി അല്ലേ, ഭൂമി നിമഗ്നം, വെള്ളത്തിൽ ആണ്ടുപോയിരിക്കണോ. ഇനിയിപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ സൃഷ്ടിക്കുന്ന ആ സൃഷ്ടികൾക്കൊക്കെ എവിടെയാണ് വസിക്കുവാനുള്ള ഒരിടം? അതുകൊണ്ട് തന്നെ പറയുകയാണ്, തത് പ്രജാനാം, ആ പ്രജകൾക്ക് സ്ഥാനം കൽപ്പയ, അവർക്ക് വസിക്കുവാനുള്ള സ്ഥാനം കൽപ്പിച്ചു തന്നാലും, ഇത് ഏവം, ഇങ്ങനെ ഏഷഹ സ്വയംഭൂ മനുന, സ്വയംഭുവ മനുവിനോ ബ്രഹ്മാവിനോട് പറഞ്ഞപ്പോൾ, അങ്ങനെ അത് കേട്ടിട്ട് ബ്രഹ്മാവ് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഭഗവാനെ ആശ്രയിക്കുകയാണ്. അതാണ് പറയുന്നത്, അംബോരുഹാശഃ, ആ ബ്രഹ്മാവ് തവ പാദയുഗം വ്യചിന്തിയത്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ആ പാദചരണങ്ങളിൽ അഭയം പ്രാപിച്ചു. കാരണം ഭഗവാനെ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും മനസ്സിലാകണില്ല. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഇന്നതൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന്. ഉടനെ ആ ഒരു അവസരത്തിൽ എനിക്ക് മറുപടി പറയാനൊന്നുമില്ല. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് ധ്യാന നിമഗ്നനായിട്ട് ബ്രഹ്മാവ് ഇരുന്നു എന്ന് പറയുകയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ. കഷ്ടം പ്രജാ സൃജതി മയ്യവനിർനിമഗ്ന സ്ഥാനം സരോജഭവ കൽപ്പയ തൽപ്രജാനാം ഇത്യേവമേഷ കഥിതോ മനുനാ സ്വയംഭൂ അംഭൂരുഹാക്ഷ തവ പാദയുഗം വ്യജന്തീത്. 3. ഹാ ഹാ വിഭോ ജലമഹം ന്യബിബം പുരസ്താദ് ആദ്യാഭിമജ്ജതി മഹീ കിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപീ. ഹാ ഹാ വിഭോ ജലം അഹം ന്യബിബം പുരസ്താദ് ആദ്യ അപി മജ്ജതി മഹീം കിം അഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദഃ അസ്യ നാസാപുടാത് സമഭവ ശിശുകോലരൂപി. ഹാ ഹാ വിഭോ, അല്ലയോ ഭഗവാനെ, എന്തോരു കഷ്ടമാണ് ഇത് എന്ന് പറയുകയാണ്. അഹം, ഞാൻ, പുരസ്താത്, മുന്നേ തന്നെ, ആ ആദ്യകാലത്ത് ആ ജലത്തിനെ ന്യബിബം, അപ്പൊ ഞാൻ ആ ജലത്തിനെ എല്ലാം പാനം ചെയ്ത് കളഞ്ഞതാണല്ലോ. നമ്മൾ 5-ാമത്തെ ദശകത്തിൽ പറഞ്ഞു, ബ്രഹ്മാവ് ആ തപസ് അനുഷ്ഠിച്ച് സംവത്സരങ്ങളോളം തപസ് അനുഷ്ഠിച്ച് ഒടുവിൽ ബ്രഹ്മാവ് ഉണർന്നു നോക്കിയപ്പോൾ താനിരിക്കുന്ന ആ താമരപ്പൂവ് വല്ലാതെ ഉലയുന്നു കാറ്റിൽ. അതോടൊപ്പം തന്നെ സമുദ്രത്തിലെ ജലം അങ്ങനെ ഉയർന്നു പൊങ്ങുന്നതും കണ്ടിട്ട് ആ ബ്രഹ്മാവ് നോക്കി. ആ നോട്ടത്തിലൂടെ തന്നെ എന്തായി, ആ ഉയർന്നു പൊങ്ങിയ ജലത്തെയും ആ കാറ്റിനെയും ഒക്കെ അങ്ങ് പാനം ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. അതായത് അതിനെ നിയന്ത്രിച്ചു എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ പറയുന്നത്, ഞാൻ ആദ്യം തന്നെ അതിനെ നിയന്ത്രിച്ചതാണല്ലോ, ഇപ്പോൾ പിന്നെ ഇതെങ്ങനെ സംഭവിക്കാനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ ജലം ന്യബിബം, ഞാൻ ആ കാരണ ജലത്തെ പാനം ചെയ്തത് ആണല്ലോ. അദ്യ അപി, ആദ്യം തന്നെ, മഹീം മജ്ജതി, പിന്നെ എങ്ങനെ ഞാൻ ഈ ഭൂമി ജലത്തിൽ അണ്ടുപോകാനാണ്. കിം അഹം കരോമി, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത്തം, ഇപ്രകാരം, ത്വദംഘ്രിയുഗളം ശരണം യദഃ, ഭഗവാന്റെ ആ പാതാരവൃന്ദങ്ങളിൽ ശരണം പ്രാപിച്ചു. അല്ലയോ ഭഗവാൻ, ഇതിനൊരു വഴി എനിക്ക് പറഞ്ഞു തന്നേ മതിയാകൂ. കാരണം എനിക്ക് ആ അവസരത്തിലൊക്കെ വന്ന് ഭവിച്ച കാര്യങ്ങളെ ഞാൻ നിയന്ത്രിച്ചു കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു അവസരത്തിൽ ഒന്നും
ചെയ്യാതിരിക്കുന്ന ഒരു അവസരത്തിൽ ആണ് ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ ഇനിയിപ്പോ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഒരു രൂപവും കിട്ടുന്നില്ല. അതിനുള്ള വഴി അങ്ങ് പറഞ്ഞു തന്നേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനിൽ ആശ്രയം പ്രാപിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാനിലേക്ക് ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ അവസരത്തിലാണ് അസ്യ നാസാപുടാത്, ആ ബ്രഹ്മാവിന്റെ ആ നാസാദ്വാരത്തിൽ നിന്നും സമഭവ ശിശുകോലരൂപി, ഒരു കുഞ്ഞ് എന്തോ ഒരു സംഗതി പുറത്തേക്ക് ചാടി. ആ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും അത്രയും വലിപ്പത്തിലുള്ള ഒരു വരാഹ രൂപത്തിലുള്ള ഒരു കുഞ്ഞു വരാഹം ആയിട്ട് പുറത്തേക്ക് ചാടി വീണു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകം. ആഹാഹാ വിഭോ ജലമഹം ന്യബിബം പുരസ്താത് ആദ്യാഭിമജ്ജതി മഹീകിമഹം കരോമി ഇത്തം ത്വദംഘ്രിയുഗളം ശരണം യദോസ്യ നാസാപുടാ സമഭവ ശിശുകോലരൂപീ. ശ്ലോകം 4. അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താത് ഭൂയോദകുംഭി സദൃശഃ സമജൃംഭദാസ്ത്വം അഭ്രേതദാവിദമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിതിരകാസക സൂനുഭി സ്വൈ. അങ്കുഷ്ടമാത്രവപുഃ ഉത്പതിതഃ പുരസ്താത് ഭൂയഃ അഥ കുംഭീസദൃശഃ സമജൃംഭദാഃ ത്വം അഭ്രേ തഥാവിധം ഉദീക്ഷ്യ ഭവന്തം ഉച്ചൈഃ വിസ്മേരതാം വിധിഃ അഗാത് സഹ സൂനുഭിഃ സ്വൈഃ. ത്വം, അല്ലയോ ഭഗവാനെ, അങ്ങ് പുരസ്താത്, ആദ്യം അങ്കുഷ്ടമാത്ര വപുഹു ഉത്പതിതഃ, ആ ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്ന് എന്തോ ഒന്ന് ചാടി എന്ന് പറഞ്ഞായിരുന്നു. അത് ഒരു വരാഹ രൂപത്തിലുള്ള ഒരു കുഞ്ഞ് ആണ് ചാടിയത് എന്ന് പറഞ്ഞിരുന്നു. അതാണ് പറയുന്നത്, അല്ലയോ ഭഗവാനെ, ആദ്യം എന്റെ മൂക്കിൽ നിന്നും ഒരു പെരുവിരലിന്റെ അത്രയും വലിപ്പത്തിലുള്ള ഒരു കുഞ്ഞു സംഗതിയായിട്ടാണ് ഉത്പതിച്ചത്. പൂയഹ, എന്നാൽ പിന്നീട് കുംഭീസദൃശക, അത് പൊടുന്നനെ അങ്ങ് വളർന്ന ആനയോളം വലിപ്പം പ്രാപിച്ചു. അതഹ, അനന്തരം അഭ്രേ ഉച്ചൈഹി, അങ്ങനെ വളർന്ന് പിന്നീട് അങ്ങ് ആകാശത്തോളം വലിപ്പത്തിൽ ആയി, അത്രയും ഉന്നതനായി ഭവിച്ച അല്ലയോ ഭഗവാനെ, അങ്ങേ വിധിഹി, ബ്രഹ്മാവ് തഥാവിധം ഭവന്തം, ഇങ്ങനെ വളർന്നു വന്ന ആ ഭഗവാനെ കണ്ടിട്ട്, ആ ഒരു രൂപത്തെ കണ്ടിട്ട്, സ്വൈഹി സുനുഭീഹി, തൻ്റെ പുത്രന്മാരോടുകൂടി ഉദീക്ഷ്യ, അങ്ങനെ മുഖം ഉയർത്തി ഇങ്ങനെ മേൽപോട്ട് നോക്കിയിരിക്കണം, അത്ഭുത സ്തബ്ധനായിട്ട്. അതാണ് പറയുന്നത് വിസ്മേരതാമകാത്, അത്ഭുത പരതന്ത്രനായിട്ട് അങ്ങനെ നോക്കി നിന്നു. ഇത് എന്റെ മൂക്കിൽ നിന്ന് വന്ന സംഗതിയാണോ? ഇതെന്താണ് ഇത്ര പെട്ടെന്ന് പൊടുന്നനെ അങ്ങനെ ഇങ്ങോട്ട് വളർന്ന് ആന വലിപ്പത്തിലായി, അത് കഴിഞ്ഞിട്ട് അങ്ങ് ആകാശത്തോളം വലിപ്പത്തിലായി, ഇതെന്തൊരു സംഭവമാണ് എന്നുള്ള ആ ഒരു ആശ്ചര്യഭാവത്തോടെ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ പുത്രന്മാരോട് കൂടി ഇങ്ങനെ മുഖമുയർത്തി അത്ഭുത സ്തബ്ധനായിട്ട് മുകളിലേക്ക് നോക്കി നിന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. അങ്കുഷ്ടമാത്രവപുരുത്പതിത പുരസ്താത് ഭൂയോധ കുംഭി സദൃശഃ സമജൃംഭദാസ്ത്വം അഭ്രേ തദാവിദമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരകാസക സൂനുഭി സ്വൈ. 5. കോസാവചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. കോസാവചിന്യ മഹിമ കഹ അസൗ അചിന്യ മഹിമ കിടിഹി ഉദ്ദിതഃ മേ നാസാപുടാത് കിമു ഭവേത് അജിതസ്യ മായ ഇതം വിചിന്തയതി ധാതരി ശൈലമാത്രാഃ സദൃശഃ ഭവൻ ഖില ജഗർജിത ഘോരഘോരം. അചിന്യ മഹിമ, ആരാലും ചിന്തിക്കാൻ കഴിയാത്തത്രയും മഹാത്മ്യത്തോടെയുള്ള
അസൗ കിടിഹി, ആ ഒരു കിടി വരാഹം, ഇത് ആരാണ്? ഇത് എവിടെ നിന്നാ? ഇത് ആരാണ്? എന്റെ മൂക്കിൽ നിന്നാണ് വന്നത്. ഇതാരാണ്? ഒരു വരാഹമാണ്. മേ നാസാപുടാത്, എന്റെ നാസികാരന്ധ്രത്തിൽ നിന്നുമാണ് ഉദ്ധിതഃ, ഉത്ഭവിച്ചിരിക്കുന്നത്. കഹ, ഇതാരാണ്? കിമു, ഇത് ചിലപ്പോൾ അജിതസ്യ, ഈ അനന്ത മഹാത്മ്യത്തിന്റെ ഉറവിടമായിരിക്കുന്ന ഭഗവാന്റെ, ആ അജിതന്റെ മായാഭവേത്, മായാവിലാസം തന്നെ ആയിരിക്കുമോ? ഇതം വിചിന്തയതി ധാതരി, പ്രകാരം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മാവ്. അതേ അവസരത്തിൽ സദ്യ, പെടുന്നനെ, പെട്ടെന്ന് തത് ശൈലമാത്രഃ ഭവൻ, ശൈലരൂപിയായിട്ട് അങ്ങനെ അങ്ങ് വളർന്ന് ജഗർജിത ഘോരഘോരം കില, ഏറ്റവും ഭയങ്കരമായിട്ട് അങ്ങനെ അങ്ങനെ ഗർജിക്കുവാൻ തുടങ്ങി. ഘോരം ഘോരം ഗർജിക്കുവാൻ തുടങ്ങി, ഗർജിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകം. കോസാവചിന്യ മഹിമാ കിടിരുദ്ധിതോ മേ നാസാപുടാത് കിമു ഭവേദജിതസ്യ മായ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ശ്ലോകം 6. തം തേ നിനാദമുപകർണ്യ ജനസ്തപസ്താ സത്യസ്ഥിതാശ്ച മുനയോ നുനൂർഭവന്തം തസ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയ സ്തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. തം തേ നിനാദം ഉപകർണ്യ ജനഃ തപസ്താഃ സത്യസ്ഥിതാഃ ച മുനയഃ നുനുവുഃ ഭവന്തം തത് സ്തോത്രഹർഷുലമനാഃ പരിണദ്യ ഭൂയഃ സ്തോയാശയം വിപുലമൂർത്തിഃ അവാതരഃ ത്വം. തം തേ നിനാദമുപകർണ്യ, ആ കേട്ട ആ ഘോരഘോരമായിട്ട് ആ ഗർജിച്ച ആ സൗണ്ട്, ആ ഭയങ്കരമായിട്ടുള്ള ആ ശബ്ദം കേട്ടിട്ട്, ഭഗവാന്റെ ആ ഗർജനം കേട്ടിട്ട്, ഉപകരണം കേട്ടിട്ട്, ജനസ്താഹ ജനതപസ്താഹ, ജനഹ തപഹ, അതായത് ജനലോകം, സത്യസ്ഥിതാഹ മുനയഃ, ആ ജനലോകത്തിലെ, അതായത് ജനസ്തപസ്താഹ സത്യസ്ഥിതാഹ മുനയഃ, ആ ജനലോകത്തിലെയും തപോലോകത്തിലെയും സത്യലോകത്തിലെയും ആ മുനിമാരെല്ലാം, അവിടെ വസിച്ചിരിക്കുന്ന ആ മുനീശ്വരന്മാർ ഈ നാദം കേട്ടിട്ട്, ഭഗവാന്റെ ആ തം തേ നിനാദമുപകർണ്യ, ആ ഭഗവാന്റെ ആ ഗർജനം, ആ നാദം കേട്ടിട്ട്, ഭവന്തം നുനുവുഹു, അല്ലയോ ഭഗവാനെ, ഇത് ഭഗവാനാണെന്ന് അവർ മനസ്സിലാക്കി. എന്നിട്ട് ഭഗവാനെ നുനുവുഹു, സ്തുതിച്ചു. തസ്തോത്രഹർഷുലമനാഹ, അങ്ങനെ സ്തുതിച്ച ആ സ്തോത്രങ്ങൾ കേട്ടപ്പോൾ, ഹർഷുലമനാഹ, സന്തോഷം കൊണ്ടിട്ട്, അതിൽ സന്തുഷ്ടനായിട്ട് ഭഗവാൻ ആ കീർത്തനങ്ങളിൽ അങ്ങ് സന്തോഷിച്ചിട്ട്, ആ ഭഗവാൻ ത്വം, അങ്ങ് പരിണദ്യ ഭൂയഃ, വീണ്ടും സ്വന്തം ശരീരത്തെ അങ്ങ് വലുതാക്കി വിപുലപ്പെടുത്തിക്കൊണ്ട്, വിപുലമൂർത്തി, വളരെ വളരെ വലിയ ശരീരമുട്ടോടെയുള്ള ഒരു മൂർത്തി ഭാവത്തെ അങ്ങ് കൈക്കൊണ്ടു. അങ്ങനെ തോയാശയം, പിന്നീട് ആ തോയത്തിലേക്ക്, അതായത് സമുദ്രത്തിലേക്ക്, അവാതരഹ, കുതിച്ചു ചാടി. തം തേ നിനാദമുപഗമ്യ ജനസ്തപസ്താ സദ്യസ്ഥിതാശ്ച മുനയോ നുനുവൂർഭവന്തം തസ്തോത്രഹർഷുലമനാ പരിണദ്യ ഭൂയ സ്തോയാശയം വിപുലമൂർത്തിരവാതരസ്ത്വം. ശ്ലോകം 7. ഊർധ്വപ്രസാരി പരിധൂമ്രവിദൂതരോമാ പ്രോക്ഷിപ്തവാലധിരവാങ്മുഖഘോരഘോണ തൂർണപ്രദീർണ ജലദ പരികൂർണദംക്ഷ്ണാം സ്തോത്രോന്മുനീൻ ശിശിരയന്നവതേരിതസ്ത്വം. ഊർധ്വപ്രസാരി പരിധൂമ്ര വിദൂത രോമ പ്രോക്ഷിപ്ത വാലധിര വാങ്മുഖ ഘോരഘോണ
തൂർണ പ്രതീർണ ജലത പരികൂർണ ദംഷ്ട സ്തോത്രൂൻ മുനീൻ ശിശിരയൻ അവതേരിതസ്ത്വം. ഊർധ്വ പ്രസാരി പരിധൂമ്ര വിദൂതരോമ. ആ രോമങ്ങൾ, ആ വരാഹമൂർത്തിയുടെ രോമത്തെ കുറിച്ച് പറയുകയാണ്. നേരെ മുകളിലോട്ട് അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ആ കറുപ്പും ചുമപ്പും കൂടെ ചേർന്ന ആ ഒരു തവിട്ട് നിറം, അതിനെയാണ് പറയുന്നത് ഊർധ്വപ്രസാരി പരിധൂമ്ര വിദൂത രോമ. അങ്ങനെയുള്ള ആ രോമങ്ങൾ അങ്ങനെ അങ്ങ് ഇളകിക്കൊണ്ടിരിക്കുന്നു. പ്രോക്ഷിപ്തവാലതിഹി. എന്നിട്ടോ ആ വാലാകട്ടെ മേലോട്ടിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അവാമുഖ ഘോരഘോണഹ. അങ്ങനെ എന്നിട്ട് ആ മുഖം, മൂക്ക് താഴോട്ടിങ്ങനെ കുനിച്ചു പിടിച്ചിരിക്കുന്നു. അതിഭയങ്കരമായിട്ടുള്ള ആ മൂക്ക്. സ്തോത്രൂൻ മുനീൻ. ആ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മുനീശ്വരന്മാരെ ശിശിരയൻ, അങ്ങനെ അവരെ ഒന്ന് ആനന്ദിപ്പിച്ചുകൊണ്ട് പരിപൂർണ ദംഷ്ണ ഒന്ന് നോക്കി, എന്നിട്ട് കണ്ണിന്റെ കൃഷ്ണമണി ഇട്ടൊന്ന് വട്ടം കറക്കി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവരെ അങ്ങനെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ഞാനാണെന്ന്, ഇപ്പൊ കാണിച്ചു തരാമേ എന്ന് പറഞ്ഞിട്ട്, എന്ന് പറയുന്ന രീതിയിൽ ഒന്ന് നോക്കി ആ കൃഷ്ണമണി ഇട്ടൊന്ന് വട്ടം കറക്കിക്കൊണ്ട് അവരെ ഒന്ന് നോക്കി. എന്നിട്ട് തൂർണ പ്രതീർണ ജലദഹ. വളരെ വേഗത്തിൽ അതിശക്തമായിട്ട് അത്രയും ദൂരത്ത് നിന്ന് അങ്ങനെ ആ ജലത്തിലേക്ക് കുതിച്ചു ചാടി. അപ്പോൾ ആ മേഘപടലങ്ങളെല്ലാം അങ്ങനെ കീറി മുറിച്ചുകൊണ്ടാണ് താഴേക്ക്, അത്ര ശക്തിയായിട്ടാണ് ആ ജലത്തിലേക്ക് ചാടിയത് എന്ന് പറയുന്നു. ഊർധ്വപ്രസാരി പരിധൂമ്ര വിദൂതരോമ പ്രോക്ഷിപ്ത വാലധിരവാങ്മുഖോരകോണാം തൂർണ പ്രതീർണ ജലദ പരികൂർണ ദംഷ്ണാം സ്തോത്രോന്മുനീൻ ശിശിരയന്നവതേരിതസ്ത്വം. ശ്ലോകം 8. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണരസാതലസ്ഥാൻ ആകമ്പയൻ വസുമതിമഗവേഷയസ്ത്വം. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ ആകമ്പയൻ വസുമതിം അഗവേഷയഃ ത്വം. തദനു, അതിനുശേഷം, അതായത് ഭഗവാൻ വരാഹരൂപിയായിട്ട് അത്രയും ആകാശ വലിപ്പത്തിൽ അത്രയും ഭീകര രൂപിയായിട്ട് ആ മൂർത്തിഭാവം കൈക്കൊണ്ടുകൊണ്ട് ആ ആകാശങ്ങളെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് ഇങ്ങനെ കുതിച്ചു ചാടിയപ്പോൾ, അങ്ങനെ ആ വന്ന് സമുദ്രത്തിലേക്ക് പതിച്ചപ്പോൾ ഉണ്ടായ ആ പ്രകമ്പനത്താൽ, ആ ഒരു ഭീകരമായിട്ടുള്ള ആ ഒരു അവസ്ഥാന്തരത്താൽ അതിനുള്ളിലെ ആ സമുദ്രത്തിനുള്ളിലുണ്ടായിരുന്ന ജീവികൾ, നക്രങ്ങളുണ്ട്, തിമിംഗലങ്ങളുണ്ട്, അങ്ങനെ നക്രം എന്ന് പറഞ്ഞ മുതലകൾ, അങ്ങനെ അവയെ എല്ലാം വളരെ ചെറിയ ചെറിയ മത്സ്യങ്ങളുണ്ട്, അങ്ങനെ പല ജീവികളുണ്ട്. അവയെല്ലാം ഭ്രമിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് അതിനുള്ളിലേക്ക് വന്നു പതിച്ചു എന്ന് പറയുകയാണ്. സങ്കുലനക്രചക്രം, ആ മുതലകൾ, അതിനുള്ളിലെ മുതലകളെയെല്ലാം വളരെ അങ്കലാപ്പിലാക്കിക്കൊണ്ട്, അതാണ് പറയുന്നത്, ഭയസങ്കുലങ്ങളാക്കിക്കൊണ്ട്. അതുപോലെ തന്നെ ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം, തിമിംഗലങ്ങളെ സംഭ്രമിപ്പിച്ചുകൊണ്ടും ആ സമുദ്രത്തിൽ അങ്ങനെ കലങ്ങി മറിഞ്ഞ തിരമാലകളെ അങ്ങനെ അങ്ങ് ഉയർത്തിക്കൊണ്ടും ആവിശ്യ ഭീഷണരവേണ രസാതലസ്ഥാൻ, അതിഭയങ്കരങ്ങളായിട്ടുള്ള ഗർജനങ്ങളാൽ ആ പാതാള രസാതലത്തിൽ ഉണ്ടായിരുന്ന വാസികളെ, അതായത് പാതാളത്തിൽ ഉണ്ടായിരുന്ന ആ ജീവികളെ എല്ലാം ഭയകമ്പിതമാക്കിക്കൊണ്ടും ആ ജലത്തിനുള്ളിൽ, ആ ജലമധ്യത്തിനുള്ളിലേക്ക്, അതായത് സമുദ്രത്തിന്റെ മധ്യത്തിലേക്ക് കടന്ന് ഭഗവാൻ വസുമതിയും അഗവേഷയകാത്വം, അങ്ങ് ആ വസുമതിയെ, അതായത് ഭൂമിദേവിയെ അന്വേഷിച്ചു എന്ന് പറയുകയാണ്. അന്തർജലം തദനു സങ്കുലനക്രചക്രം ഭ്രാമ്യത്തിമിംഗലകുലം കലുഷോർമിമാലം ആവിശ്യ ഭീഷണരവേണരസാതലസ്ഥാൻ ആകമ്പയൻ വസുമതിമഗവേഷയസ്ത്വം.
ശ്ലോകം 9. ദൃഷ്ട്വാധ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഝടിതി കൂടകിടിർവിഭോത്വം ആപാതുകാന വിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദദാ സലീലം. ദൃഷ്ട്വാ അഥ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഝടുതി കൂടകിടിഃ വിഭോ ത്വം ആപാതുകാൻ അവിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാം അതദാഹ സലീലം. കൂടകിടിഃ ത്വം, അല്ലയോ വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ, അവിടുന്ന് അഥ പിന്നീട് ആ അന്വേഷണത്തിനൊടുവിൽ, അതായത് ആ ഭൂമിദേവിയെ ആ ജലത്തിന്റെ അന്തർഭാഗത്തോട്ട് ഇറങ്ങിച്ചെന്ന, സമുദ്രത്തിന്റെ അന്തർത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ചു. ഒടുവിൽ ഭൂമിദേവിയെ കണ്ടെത്തുകയാണ്. അതാണ് പറയുന്നത്. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ ദൈത്യഹതകേന, ആ അസുര അധമനായിട്ടുള്ള ഹിരണ്യാക്ഷൻ രസാതലാന്തേ, പാതാളത്തിന്റെ ആ അടിത്തട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, സംവേശിതാം, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള വസുധാം ദൃഷ്ട, ആ വസുന്ധരയെ കണ്ടെത്തിയപ്പോൾ ഝടുതി, പെട്ടെന്ന്, ആപാതുകാൻ സുരാരിഖേടാൻ, അവരെ അത് കണ്ടോണ്ട് ഭൂമിയെ കണ്ടെത്തി വരാഹമൂർത്തി. അത് കണ്ടിട്ട് വരാഹമൂർത്തിയെ എതിർക്കാനായിട്ട് വന്ന ആ അസുര സമൂഹത്തെ അവിഗണയ്യ, അത് അവഗണിച്ചുകൊണ്ട്, സലീലം, ഒരു ലീലയാൽ എന്ന പോലെ അവരെ ഒന്ന് നോക്കി, ആ ഒരു നോട്ടത്തിലൂടെ ആ അവഗണന അങ്ങ് കാണിച്ചുകൊണ്ട്, കളിയായിട്ടെന്ന പോലെ അങ്ങനെ ഒന്ന് നോക്കിയിട്ട്, ദംഷ്ട്രാങ്കുരേണ, ആ പന്നിയുടെ തേറ്റയുടെ അറ്റത്തായിട്ട് ആ ഭൂമിയെ അങ്ങനെ പൊക്കിയെടുത്തു. അതാണ് പറയുക, അതദാഹ, പൊക്കിയെടുത്തു എന്ന് പറയുകയാണ്. ദൃഷ്ട്വാ ദൈത്യഹതകേന രസാതലാന്തേ സംവേശിതാം ഝടിതി കൂടകിടിർവിഭോത്വം ആപാതുകാന വിഗണയ്യ സുരാരിഖേടാൻ ദംഷ്ട്രാങ്കുരേണ വസുധാമദദാ സലീലം. ശ്ലോകം 10. അഭ്യുദ്ധരന്നധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതൈവാധികഭീവരാത്മാ ഉദ്ധൂതഘോരസലിലാദ്ഗലദേരുദഞ്ജൻ ക്രീഡാവരാഗവപുരീശ്വര പാഹി രോഗാത്. അഭ്യുദ്ധരൻ അഥ ധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവ അധിക പീവരാത്മാ, ഇവ അധിക പീവരാത്മാ ഉദ്ധൂത ഘോര സലിലാത് ജലദേഹേ ഉദഞ്ചൻ, ജലദേരുദഞ്ചൻ ക്രീഡാ വരാഹവപുഃ ഈശ്വര പാഹി രോഗാത്. ക്രീഡാവരാഹവപുഃ, ആ ക്രീഡാവരാഹമൂർത്തി, ആ വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അതാ പിന്നീട് അഭ്യുദ്ധരൻ, ആ ഭൂമിയെ അങ്ങനെ ഉയർത്തുന്നതിനായിട്ട്, ഉദ്ധരിക്കുന്നതിനായിട്ട്, അങ്ങനെ ഭഗവാന്റെ ആ വലിപ്പമുള്ള വലിയ ശരീരം, അതാണ് അധീക പീവരാത്മാ, അത്രയും ബൃഹത്തായിട്ടുള്ള ആ ശരീരമാണ് ഭഗവാന്റേത്. നമ്മൾ കണ്ടു, മൂക്കിൽ നിന്ന് ചാടിയ ആ പെരുവിരൽ വലിപ്പത്തിലുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു വരാഹമൂർത്തിയാണ്, വരാഹ രൂപമാണ് വളർന്ന ആകാശം മുട്ടെ വലിയ അജാന രൂപമായിട്ട് മാറിയത്. അതാണ് പറയുന്നത്, അധിക പീവരാത്മ, അത്രയും വലിപ്പത്തോടു കൂടി, അത്രയും ഭയങ്കരമായ തടിച്ച ആ ശരീരത്തോടു കൂടിയ ആ ഒരു മൂർത്തി ഇങ്ങനെ ആ വസുന്ധരയെ മുകളിലേക്ക് ഉയർത്തുവാൻ വേണ്ടി തൻ്റെ ആ ആ പല്ലിന്റെ, ആ തേറ്റയുടെ അഗ്രത്തിൽ ഇങ്ങനെ തോണ്ടിയെടുത്തിട്ട് അത് കണ്ടപ്പോൾ ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത, അതിനെ കണ്ടപ്പോൾ എങ്ങനെ തോന്നി? ആ പല്ല്, ആ തേറ്റപ്പല്ലിന്റെ അറ്റത്തിങ്ങനെ ഇരിക്കുന്ന ഭൂമിദേവിയെ കണ്ടപ്പോൾ തോന്നുകയാണ് ഒരു മുത്തങ്ങ അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലത്തെ, അങ്ങനെ തോന്നും. കാരണം അത്രമാത്രം ബൃഹത്തായിട്ടുള്ള രൂപമായിരുന്നു ആ വരാഹമൂർത്തിയുടേത്. അങ്ങനെ ആ മൂർത്തി അങ്ങനെ തൻ്റെ തേറ്റയുടെ അറ്റത്ത് അങ്ങനെ തോണ്ടിയെടുത്തുകൊണ്ട് ഭൂമിദേവിയെ ജലത്തിനുപരിയിലേക്ക് അങ്ങനെ ഉയർത്താൻ കൊണ്ടുവരുന്ന ആ വരവാണ് ആ വരവിനെ കുറിച്ചാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അത്രയും
ഉദ്ധൂത ഘോര സലിലാത്. അങ്ങനെ ഇളക്കി അങ്ങനെ അങ്ങോട്ട് പൊങ്ങി വന്നപ്പോ അത്രയും വലിയ ബൃഹത്തായിട്ടുള്ള ശരീരം അവിടുന്ന് താഴേന്ന് മുകളിലോട്ട് അങ്ങനെ ഉളിയിട്ട് ഇങ്ങനെ പൊങ്ങിയപ്പോൾ ആ ഇളകി മറിച്ച ജലത്തോടു കൂടി ജലദേഹേ ഉദഞ്ചൻ, ആ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആ ക്രീഡാവരാഹമൂർത്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാനെ ആ രൂപം അങ്ങ് നിറച്ചുകൊണ്ട് മേൽപ്പത്തൂർ പറയുകയാണ്, അല്ലയോ ക്രീഡാവരാഹ രൂപമേ, അല്ലയോ മൂർത്തിമത് സ്വരൂപമേ, ഭഗവാനെ എൻ്റെ മമ രോഗാത് മാം രോഗാത് പാഹി, എൻ്റെ രോഗത്തെയും കൂടി മാറ്റിത്തരയണമേ. ഓരോ ശ്ലോകത്തിൻ്റെയും ഓരോ ദശകത്തിൻ്റെയും അവസാനത്തെ ശ്ലോകം എൻ്റെ അസുഖത്തെ കൂടി ഒന്ന് മറച്ചു തരണമേ, ഒന്ന് മാറ്റിത്തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ദശകം അവസാനിപ്പിക്കുന്നത്. ഈ ദശകവും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. മാം രോഗാത് പാഹി, എൻ്റെ അസുഖത്തെയും എൻ്റെ രോഗത്തെയും എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ഒന്ന് മാറ്റിത്തരയണമേ ഭഗവാനെ, ഇങ്ങനെയൊക്കെയുള്ള വരാഹമൂർത്തി രൂപമേ എന്നെ കൂടെ ഒന്ന് കനിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം ഇവിടെ അവസാനിക്കും. അഭ്യുദ്ധരന്നതധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിതൈവാദികബീവരാത്മാം ഉദ്ധൂതഘോരസലിലാജ്ജലധേരുദഞ്ചൻ ക്രീഡാവരാഹവപുരീശ്വര പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.